മട്ടന്നൂരിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിന്നും ഇത്തവണ പേരാവൂരിലെ കടുത്ത പോരാട്ടത്തിലേക്ക് ചുവടുമാറ്റിയ കെ ശൈലജ ടീച്ചർക്ക് സ്വന്തം മുന്നണിയുടെ പ്രകടനപത്രിക തന്നെ വിനയാകുന്നു. വന്യജീവി സംഘർഷവും ബഫർ സോൺ വിഷയവും കത്തുന്ന മലയോര മണ്ഡലമായ പേരാവൂരിൽ വനമേഖലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്ന LDF പ്രകടനപത്രികയിലെ ആദ്യ വാഗ്ദാനം ശൈലജ ടീച്ചറുടെ വിജയസാധ്യതകളെ തകർക്കാൻ ബോധപൂർവം തിരുകിക്കയറ്റിയതാണോ എന്ന സംശയം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമാണ്. വിവാദത്തെ തുടർന്ന് പ്രകടനപത്രിക തിരുത്തി. 3 ടേമിന് മുൻപ് ഇതേ പേരാവൂരിൽ ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിയ സിറ്റിംഗ് MLA സണ്ണി ജോസഫാണ് ഇത്തവണയും മുഖ്യ എതിരാളി. മലയോര കർഷകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള സണ്ണി ജോസഫിന് മുൻതൂക്കമുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്ന മണ്ഡലത്തിൽ തീ കൊള്ളുന്ന തീരുമാനമാണ് പ്രകടനപത്രികയിലൂടെ ഇടതുമുന്നണി കൈക്കൊണ്ടത്. കോർ സോണിന് ചുറ്റും ബഫർ സോൺ നിർബന്ധമാക്കുമെന്ന വാഗ്ദാനം പേരാവൂരിലെ വോട്ടർമാരെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞു. അബദ്ധം തിരിച്ചറിഞ്ഞ ഖണ്ഡികകൾ തിരുത്തിയെങ്കിലും ശൈലജ ടീച്ചർ ഇതിൽ കടുത്ത അതൃപ്തി നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന. സംരക്ഷിത വനമേഖലയ്ക്കും പരിസ്ഥിതിലോല പ്രദേശങ്ങൾക്കും ചുറ്റും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഇടതുപക്ഷ നിലപാട് സണ്ണി ജോസഫിനും UDFനും വീണുകിട്ടിയ വലിയ ആയുധമാണ്. മലയോര ജനതയെ കുടിയൊഴിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അവർ ഇതിനോടകം പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. വന്യജീവി ആക്രമണങ്ങളിൽ പൊറുതിമുട്ടിയ കർഷകർക്ക് മുന്നിൽ ഇത്തരം നിയന്ത്രണങ്ങൾ അവതരിപ്പിച്ചത് ശൈലജ ടീച്ചറെ തോൽപ്പിക്കാനുള്ള ആരുടെയെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നാണ് ടീച്ചറുടെ അനുകൂലികൾക്കിടയിലെ സംസാരം. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അച്ചടിച്ച പത്രികകൾ തിരുത്തി നാണക്കേട് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴും കർഷകരുടെ ഇടയിൽ ഉണ്ടായ വിള്ളൽ നികത്തുക എളുപ്പമാകില്ല. ഏകവിള തോട്ടങ്ങളെ സ്വാഭാവിക വനമാക്കാനുള്ള മിഷൻ എക്കോ റീസ്റ്റോറേഷൻ പദ്ധതിയും പേരാവൂർ പോലുള്ള മണ്ഡലങ്ങളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. ശൈലജ ടീച്ചർക്ക് മട്ടന്നൂർ വിട്ട് പേരാവൂരിൽ മത്സരിക്കേണ്ടി വന്നത് തന്നെ വലിയ റിസ്ക് ആണെന്ന് വിലയിരുത്തപ്പെടുമ്പോഴാണ് സ്വന്തം പാളയത്തിൽ നിന്നുള്ള ഈ പ്രഹരം. ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികളിൽ മലയോര മേഖലയിൽ നേരത്തെ തന്നെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. ഇത് ലഘൂകരിക്കാൻ ടീച്ചറുടെ ജനപ്രീതി ഉപയോഗിക്കാനായിരുന്നു CPM ലക്ഷ്യമിട്ടത്. എന്നാൽ പ്രകടനപത്രിക പുറത്തു വന്നതോടെ തന്ത്രങ്ങൾ പാളി. ഗൂഢാലോചന ആരോപണങ്ങൾ ശക്തമായതോടെ മുന്നണിയിൽ ആഭ്യന്തര അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പേരാവൂരിലെ വോട്ടർമാരുടെ മനസ്സ് മാറ്റാൻ ഈ തിരുത്തലുകൾക്ക് കഴിയുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. സണ്ണി ജോസഫിന്റെ ഹാട്രിക് വിജയത്തിന് ഈ വിവാദം വഴിയൊരുക്കുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു. സംരക്ഷിത വനങ്ങളുടെ കോർ സോണിന് ചുറ്റും ബഫർ സോൺ നിർമ്മിക്കുമെന്നും അവിടെ നിയന്ത്രണങ്ങൾ കർശനമാക്കുമെന്നുമുള്ള പ്രകടനപത്രികയിലെ വാഗ്ദാനം വിവാദമായതോടെ ഇടതുമുന്നണി കടുത്ത പ്രതിരോധത്തിലായി. മലയോര മേഖലകളിൽ ഈ നിർദ്ദേശം വലിയ ജനരോഷത്തിന് കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞതോടെ പുറത്തിറക്കി മണിക്കൂറുകൾക്കകം പത്രികയിൽ തിരുത്തൽ വരുത്തി നാണക്കേട് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് മുന്നണി നേതൃത്വം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് വലിയ ആഘോഷപൂർവ്വം പുറത്തിറക്കിയ പ്രകടനപത്രികയിലെ 50ാം ഖണ്ഡികയാണ് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത്. കോർ സോണിന് ചുറ്റും ബഫർ സോൺ നിർബന്ധമാക്കുമെന്നും അവിടെ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നുമായിരുന്നു ആദ്യത്തെ വാഗ്ദാനം. വന്യജീവി ആക്രമണങ്ങളും ബഫർ സോൺ വിഷയവും മലയോര ജനതയെ പൊറുതിമുട്ടിക്കുമ്പോൾ ഇത്തരമൊരു വാഗ്ദാനം പത്രികയിൽ ഇടം പിടിച്ചത് വലിയ രാഷ്ട്രീയ അബദ്ധമായാണ് വിലയിരുത്തപ്പെടുന്നത്. തിരുത്തിയ വാർത്താക്കുറിപ്പ് പ്രകാരം സംരക്ഷിത വനമേഖലകൾ പ്രദേശവാസികളുടെ ജീവിത സാഹചര്യങ്ങളെ പരിഗണിച്ച് മാത്രമേ മാനേജ് ചെയ്യുകയുള്ളൂ എന്നാണ് ഇപ്പോൾ LDF പറയുന്നത്. കോർ ബഫർ സോണുകൾ സംബന്ധിച്ച് ജനഹിതം മുൻനിർത്തി സംസ്ഥാന സർക്കാർ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുമെന്നും തിരുത്തലിൽ പറയുന്നു. ബഫർ സോണുകളിൽ പ്രദേശവാസികളെ വിശ്വാസത്തിലെടുത്തുള്ള നിയന്ത്രണങ്ങളായിരിക്കും നടപ്പാക്കുകയെന്നും മുന്നണി വിശദീകരിക്കുന്നു. വനസംരക്ഷണം പ്രതിപാദിക്കുന്ന ഭാഗം സംബന്ധിച്ച് മുന്നണിക്കകത്ത് തന്നെ കടുത്ത വിമർശനം ഉയർന്നതോടെയാണ് ഖണ്ഡികകൾ അടിമുടി മാറ്റിയത്. എക്കോ ടൂറിസം പ്രവർത്തനങ്ങളും മറ്റും കടുത്ത നിയന്ത്രണത്തോടെ 3ാമത്തെ സോണായ ഔട്ടർ സോണിലെ അനുവദിക്കൂ എന്ന വാഗ്ദാനവും തിരുത്തലിൽ മാറ്റിയിട്ടുണ്ട്. മലയോരത്തെ വിനോദസഞ്ചാര മേഖലയെയും ഇത് ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയും ഉയർന്നിരുന്നു. ഏകവിള തോട്ടങ്ങളെ സ്വാഭാവിക വനങ്ങളാക്കി മാറ്റാൻ മിഷൻ എക്കോ റീസ്റ്റോറേഷൻ നടപ്പാക്കും എന്ന പ്രഖ്യാപനവും തിരുത്തിയ ഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു. ഇത് നടപ്പിലാക്കിയാൽ തോട്ടം മേഖലയിലെ 10,000-കണക്കിന് തൊഴിലാളികളെയും കർഷകരെയും നേരിട്ട് ബാധിക്കുമെന്ന ഭയം ഇടതുപക്ഷത്തെ തന്നെ മലയോര നേതാക്കൾ മുന്നോട്ട് വെച്ചു. തിരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരം വിവാദങ്ങൾ UDFന് ആയുധമാകുമെന്ന് കണ്ടാണ് തിരക്കിട്ട തിരുത്തൽ.